അപ്പോൾ ഞാനിവിടെ ഇവിടുന്ന് നമ്മൾ 1 2 3 4 റൗണ്ട് ചെയ്തു, പിന്നെ ഒരു ബോർഡർ ചെയ്തു, ബ്ലൂ ബോണ്ട് ചെയ്തു, പിന്നെ വീണ്ടും 4 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള സ്റ്റിച്ച് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടുന്ന് നമ്മളെ ഈ ബോർഡർ കൊടുക്കാനുള്ള ബ്ലൂ കളർ യാണുണ്ടല്ലോ, ഈ യാണ് എടുക്കുക. ഈ യാണ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. ഒരു ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. പിന്നെ തൊട്ടടുത്ത ചെയിനിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഓരോ ചെയിനിലും ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചല്ല. അതുപോലെ ടൈലൻ്റ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് പിടിച്ചിട്ട് നമുക്കിങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം ബോർഡർ ഒരു നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റ കളർ യാണ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ബോർഡർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ 2 കളർ യാണ് വെച്ച് ചെയ്തതുകൊണ്ടാണ്. പക്ഷേ ബോർഡർ കൊടുക്കുമ്പോൾ ഒന്നുകൂടി നമ്മൾ സ്റ്റിച്ചൊക്കെ ഒന്ന് എഡ്ജൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ബോർഡർ കൊടുത്തപ്പോൾ എഡ്ജൊക്കെ കണ്ടു നല്ല നീറ്റായത്. ഇവിടെ കണ്ടോ അങ്ങനെ ഒരു ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഒന്നും കൂടി ഒരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഈ ഒരു എൻ്റെ എത്തുന്ന വരെ എല്ലാ സ്പേസിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നമ്മൾ 1 ചെയിൻ 1 ചെയ്യുക. വീണ്ടും സെയിം തന്നെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ പിന്നെ എല്ലാ ചെയിന് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഈ ഒരു ഭാഗത്ത് പിന്നെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഫുൾ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ വൈറ്റൊക്കെ ചെയ്തത് ഹാഫ് ഡബിൾ ക്രോഷേ വെച്ചിട്ടാണ്, പക്ഷെ നമ്മൾ ഈ ബോർഡർ ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടാണ്. ആ ഒരു ഡിഫറൻറ്റേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് നല്ല നീറ്റായിട്ട് വർക്കുകൾ എല്ലാ ചെയിനിലും ആ ബോർഡർ വന്നിട്ടുണ്ട്. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഈ എൻഡ് വരെ ചെയ്യുക. അപ്പോൾ എൻഡിലാണ് നമ്മൾ കോർണർ വരുന്നത്. അപ്പോൾ നേരത്തെ കോർണറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ഒരു ഫസ്റ്റത്തെ ചെയിനിൽ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റത്തെ ചെയിനിലും നമുക്ക് വർക്ക് ടേൺ ആവാൻ വേണ്ടിയിട്ട് ഈ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, പിന്നെ സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും കൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയി വരും. ഇവിടെയും നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെയ്യുക. നമ്മൾ ഇതുവരെ ഓരോ ചെയിനിലും ഇങ്ങനെ സ്പേസിൽ ഇവിടെ ചെയിൻ ഉണ്ടാവില്ല, അങ്ങനെ സ്പേസ് ആണ് ഉണ്ടാവുക. നമ്മൾ ആ സ്പേസിലൊക്കെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലാസ്റ്റ് ചെയ്ത ഈ ഒരു ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം.
ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. യാൺ വലിച്ച് ടൈറ്റാക്കുക. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. നേരത്തെ നമ്മൾ 2 സ്റ്റിച്ച് മാർക്കർ വെച്ചാൽ ഒന്നാണ് റിമൂവ് ചെയ്തത്. ഇത് രണ്ടും റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു സ്റ്റിച്ചിൽ ഇത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വൈറ്റ് കളർ യാണ് എടുക്കാം. വൈറ്റ് കളർ യാണ് എടുത്തിട്ട് കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കുക. ഇതിലേക്ക് ഈ ഒരു ബോർഡർ ഇവിടുന്ന് മുകളിലേക്കുള്ള രണ്ടാമത്തെ സ്റ്റിച്ചിലാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കുള്ള സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഈ ഫസ്റ്റ് ചെയ്ത ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് വരുന്ന ഈ താഴ്ഭാഗത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈലൻറ്റും ഈ കട്ട് ചെയ്തിട്ടുള്ള യാണും കൂടി ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ടാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ യാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ചുറ്റിലും ചെയ്യുക. ഇവിടെ നമ്മൾ ഇതുപോലെ യാണുണ്ട്, ഈ യാണും ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ചസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ഇവിടുന്ന് ചുറ്റിലും ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇവിടെയുള്ള സ്റ്റിച്ചിൽ യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വർക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ടേൺ ചെയ്യാണ്, നമ്മൾ വർക്ക് ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി യാൺ ഓവർ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്പേസിൽ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, ഉള്ളിൽ കൂടെ ഹുക്കിനെ എടുക്കുമ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. നമ്മൾ അടുത്തത് ബാക്ക് പോസ്റ്റ് ആണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, നമ്മൾ ഹുക്കിനെ ഇങ്ങനെ താഴെ നിന്ന് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക് യാൺ ഓവർ ചെയ്യുക, സെയിം സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഈ സ്റ്റിച്ചിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവർ അത് പോയി ചെയ്ത് പഠിക്കുക. ഇനി അപ്പോൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക, പിന്നെ ഒരു ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യുക, പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒരു അടുത്ത സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് എന്നുള്ള ആ ഒരു രീതിക്ക് ഇങ്ങനെ ഒരു റൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സ്റ്റിച്ചസ് മുഴുവനും ഈ റൗണ്ട് മുഴുവനും ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ആ ഒരു പാറ്റേൺ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം.
അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള രീതിക്ക് ചുറ്റിലും ചെയ്തിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത ഇവിടെ ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് സെക്കൻഡ് റൗണ്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ലാസ്റ്റ് സ്റ്റിച്ചിന് ഇവിടെ ഇനി ഒരു ലാസ്റ്റ് സ്റ്റിച്ച് ഉണ്ട്. ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ ഞാൻ യാൺ ഓവർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. പിന്നെ അടുത്തതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്തതിൽ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, നമ്മൾ യാൺ കട്ട് ചെയ്യുക. ഞാനിങ്ങനെ വലിച്ചിട്ട് ഇവിടെ ടൈറ്റാക്കി കൊടുക്കുക. ഇതിങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് ഇവിടെ എവിടേക്കെങ്കിലും ഒരു ചെയിൻ ഇട്ടിട്ട് 1-2 ലൂപ്പ് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ 1-2 പ്രാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അധികം യാണുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് അതിനകത്ത് യാണൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ഒരിതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളെ ഫ്രണ്ട് സൈഡും ഇത് നമ്മളെ ബാക്ക് സൈഡും ആണ്. അപ്പം ഇനി നമ്മൾ ഇവിടേക്കൊരു കയറ് പോലെ വെക്കാൻ നമുക്കിങ്ങനെ ബാക്ക് സൈഡ് എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇതാണ് നമ്മൾ സെൻറ്റർ പോർഷൻ വരുന്നത് 1 2 3 തേർഡ് സ്റ്റിച്ചിൽ ഇവിടെ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച്, ഇത് ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച്, തേർഡ് ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വൈറ്റ് കളർ യാണ് യൂസ് ചെയ്തിട്ട് കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കാം. ചെയിൻ 1 ചെയ്യുക, 1 2 3 ചെയിൻ ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 2. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, അപ്പോൾ 3 ആയി. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 4 സ്റ്റിച്ചസ് ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 5 സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 5 വേണ്ട, നമുക്ക് 4 സ്റ്റിച്ച് മതി. സ്ട്രാപ്പിൻ്റെ വിടുത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ 5 6 ഒക്കെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ചെയിൻ 2 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഈ ചെയിൻ 2 നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് സെക്കൻഡ് DCൻ്റെ ടോപ്പിൽ ഒരു DC ചെയ്യുക, അപ്പോൾ 2 DC ആയി. തേർഡ് DCൻ്റെ ടോപ്പിൽ ഒരു DC ചെയ്യുക, അപ്പോൾ 3 DC ആയി. 4th DCൻ്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ ചെയിൻ 2 ചെയ്തതാണ്, അവിടെ നമുക്കൊരു DC ചെയ്യാം. അപ്പോൾ ഇവിടെ സെക്കൻഡിലും നമുക്ക് 4 സ്റ്റിച്ചസ് കിട്ടി. ചെയിൻ 2 ചെയ്യുക, നമ്മളെ വർക്ക് വീണ്ടും ടേൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ചെയിനിൽ ഒരു DC ചെയ്യുക, തേർഡ് ചെയിനിൽ ഒരു DC ചെയ്യുക, 4th ചെയിനിലും ഒരു DC ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും നമുക്ക് 4 DC വീതം കിട്ടണം. ആ ഒരു രീതിക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. വീണ്ടും ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സെക്കൻഡ് DCയിൽ ടോപ്പിൽ ഒരു DC ചെയ്യുക, അപ്പോൾ 2 സ്റ്റിച്ചായി. തേർഡിൻ്റെ ടോപ്പിൽ ഒരു സ്റ്റിച്ച് ചെയ്യുക, 3 സ്റ്റിച്ചായി. 4th ടോപ്പിലും, 4th എന്ന് പറയുമ്പോൾ നമുക്ക് 2 ചെയിൻ ചെയ്ത ആ ഒരു ഭാഗം ഔട്ടാണ് വരിക. ടേൺ ചെയ്ത് വരുമ്പോൾ 2 ചെയിൻ നമ്മളൊരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. വീണ്ടും ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സെക്കൻഡ് ചെയിനിൽ ഒരു DC ചെയ്യുക, തേർഡ് ചെയിനിൽ ഒരു DC ചെയ്യുക, 4th ചെയിനിലും ഒരു DC ചെയ്യുക. നമ്മൾ ഈ ഒരു റൗണ്ട് നമുക്ക് എത്രയാണോ ഇവിടുന്ന് ഷോൾഡറിൻ്റെ ഇവിടുന്ന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് എത്തുന്നവരെ ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ 4 DC ചെയ്തു, വർക്ക് ടേൺ ചെയ്തു, 2 ചെയിൻ ചെയ്തു, 3 DC, വീണ്ടും 2 ചെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം.
നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ 20 സെൻറ്റിമീറ്ററാണ് എനിക്കുള്ളത്. 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 8 ഇഞ്ച് ആ ഒരു വിഡ്ത്ത് ഒരു ലെങ്ത്ത് മതി എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ 20 ഇഞ്ചായപ്പോൾ 20 സെൻറ്റിമീറ്റർ 8 ഇഞ്ചായപ്പോൾ ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യാണ്. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യാണിങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കാം. ഇനി അതേപോലെ നമ്മൾ ഈ സെൻറ്ററിന് ഇവിടെ നിന്നാണ് നമ്മൾ 1 2 സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേലാണ് നമ്മളിവിടെ ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഇവിടുന്ന് 1 2 സ്കിപ്പ് ചെയ്യാം. തേർഡിലാണ് നമുക്ക് നമ്മൾ വർക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടുന്ന് 1 2 3 4 ഇവിടെയാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ 4 സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇതേപോലെ കറക്റ്റ് ഇവിടെ കിട്ടും കേട്ടോ. ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് യാണെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 ചെയിൻ ചെയ്യുക. അടുത്തതിൽ നമുക്കൊരു DC ചെയ്യാം. തേർഡ് വണ്ണിലും ഒരു DC ചെയ്യുക. ഫോർത്ത് വണ്ണിലും ഒരു DC ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ 2 ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. സെക്കൻഡ് വണ്ണിൽ ഒരു DC ചെയ്യുക. തേർഡ് വണ്ണിലും ഒരു DC ചെയ്യുക. ഫോർത്ത് വണ്ണിലും നമുക്ക് നേരത്തെ ചെയ്ത 2 ചെയിൻ്റെ ടോപ്പിലാണ് ഫോർത്ത് വൺ പറഞ്ഞത്, അവിടെ നമുക്കൊരു DC ചെയ്യുക. ഇങ്ങനെ നമുക്ക് 20 സെൻറ്റിമീറ്റർ 8 ഇഞ്ച് കിട്ടുന്ന വരെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ സെക്കൻഡ് വണ്ണും ഇങ്ങനെ 4 DC 2 ചെയിൻ 3 DC എന്നുള്ള ഒരു പാറ്റേൺ നമുക്ക് 8 ഇഞ്ച് കിട്ടുന്ന വരെ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ കിട്ടുന്ന വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഒരു ഇത് നിങ്ങൾ എത്രയാണോ എടുത്തത് അത്രയും സെയിം തന്നെ ഇത് എടുക്കണം. രണ്ടും ഒരുപോലെ അളവിലെടുക്കണം. ഞാൻ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ 2 കൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഒരു ഞാൻ വൈറ്റ് കളർ യാണാണ് ബേസ്. നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് കളർ യാണ് എടുക്കുക. നിങ്ങൾ ഏത് കളറാണോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത് ആ സെയിം കളർ യാണ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് ആ ടൈലൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ആ കൈയിൻ്റെ ഭാഗം കുറച്ചും കൂടി വീതി കൂട്ടാനും അതുപോലെ നമുക്ക് ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണ്. ആ ബോർഡറിൻ്റെ ഭാഗമൊക്കെ ഒരു ഭംഗി, ഇവിടെ പ്രശ്നമില്ല. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കറക്റ്റ് ഒരു സ്റ്റിച്ചസ് ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ടൈലിലുള്ള ആ ഭാഗം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചാൽ ഇതുണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഹൈഡായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ആ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു ഇവിടെ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്. ഇവിടെ പിന്നെ ഒരു കൺഫ്യൂഷനൊന്നും വരാനില്ല. അങ്ങനെ ഓരോ ചെയിന് പോലെ കാണും. ആ ചെയിനിലൊക്കെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഫസ്റ്റ് കൈയിൻ്റെ ഭാഗം ഉണ്ടല്ലോ, സ്ട്രാപ്പിൻ്റെ ഭാഗം, ആ ഒരു സ്ട്രാപ്പിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആ സ്ട്രാപ്പിൻ്റെ ഭാഗത്തേക്ക് ഇനി നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട്, ചെയിൻ കാണൂല, നമുക്കിങ്ങനെ ഓരോ സ്പേസാണ് ഉണ്ടാവുക. ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിങ്ങനെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം കളർ എടുത്തതുകൊണ്ട് നമുക്കിങ്ങനെ വൃത്തികേടാകാതെ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ വേറെ കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ എടുത്ത് കാണും. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ എടുത്ത് കാണാതിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ബോർഡർ ചെയ്യാൻ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിങ് ഒരു റൗണ്ട് കൂടി നമ്മൾ ചെയ്യും ഈ ഒരു ബ്ലൂ കളറിയാണ് വെച്ചിട്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേസായിട്ട് ഈ ഒരു റൗണ്ട് ചെയ്യുന്നത്.
പലരും ഈ റൗണ്ട് സ്കിപ്പ് ചെയ്യും. പക്ഷെ സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മളിപ്പം വേറൊരു കളർ യാണാണ് ഇവിടെ ആഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിങ്ങനെ എടുത്ത് കാണും. അപ്പോൾ ആ ഒരു ഭാഗം വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വർക്ക് നല്ല നീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഈ റൗണ്ട് ചെയ്യണം. ഏത് സ്റ്റിച്ചാണോ നിങ്ങൾ ഏത് കളറാണോ സ്ട്രാപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത്, ഞാനിപ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഈ ബോർഡർ വൈറ്റ് കളർ കൊണ്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ ഏത് കളറാണോ ഈ സ്ട്രാപ്പിന് യൂസ് ചെയ്തിട്ടുള്ളത്, ഇപ്പം ബ്ലൂ ആണെങ്കിൽ ബ്ലൂ തന്നെ സ്ട്രാപ്പിന് ഈ ഒരു ബോർഡർ ചെയ്യാൻ യൂസ് ചെയ്യുക. അതല്ല പിങ്ക് ആണെങ്കിൽ പിങ്ക് തന്നെ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ വൈറ്റാണ് സ്ട്രാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വൈറ്റ് കളർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനെല്ലാം നമുക്കിങ്ങനെ ഒരു സ്പേസാണ് കാണുക. ആ ഒരു സ്പേസിൽ ഇങ്ങനെ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു ജിഗ്ജാക്ക് പോലെ ഉണ്ടല്ലോ, ആ ഒരു നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു റൗണ്ട് ബോർഡർ ചെയ്യാനും ഉണ്ട്. അപ്പോൾ ബോർഡർ നമ്മൾ ഏത് കളറാണോ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കളറാണ് ബോർഡർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട്, കോർണറിലെത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യുമ്പോൾ നമ്മളെ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ചാണുള്ളത്. ആ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അവിടെ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 3 എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു കോർണർ എത്തും. ഈ ഒരു കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ യാണൊക്കെ കട്ട് ചെയ്തൊക്കെ ഉണ്ടാവും കേട്ടോ. നേരത്തെ കട്ട് ചെയ്ത ടൈലൻ്റാണ്. ആ ടൈലൻ്റൊക്കെ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ഓരോ സമയത്തും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മറന്നു പോവാതിരിക്കാനാണ്. അപ്പോൾ ഈ ഒരു കോർണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയിൻ 2 ചെയ്തതിൻ്റെ ടോപ്പിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, ചെയിൻ 1 ചെയ്തു, സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വർക്ക് ഇങ്ങോട്ട് ടേണായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു എല്ലാ സ്പേസിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു യാണും ഇതിൻ്റെ കൂടെ ഹൈഡാക്കി പിടിച്ചിട്ട് ഇവിടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്ട്രാപ്പിലേക്കും അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു കോർണറിൽ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ 3 സിംഗിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഈ ഒരു കോർണർ എത്തും. ഈ ഒരു കോർണറിലും ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചുറ്റിലും ചെയ്തിട്ട് ഈ ഒരു എൻഡ് എത്തുന്നവരെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ചുറ്റിലും 2 സ്ട്രാപ്പിലും ചെയ്തിട്ട് ഈ ഒരു എൻഡ് എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. വെറുതെ നമ്മളെ വീഡിയോ ഇങ്ങനെ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ആകെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു 2 കോർണറിലെ ഭാഗത്താണ്. ഈ 2 സ്ട്രാപ്പിൻ്റെ കോർണറിൽ മുകളിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ 3 സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ സ്ട്രാപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ചുറ്റിലും ഓരോ സിംഗിൾ ക്രോഷേ പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രാപ്പിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീതി കൂടി ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ 4 സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചുറ്റിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്തപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രാപ്പ് വീതി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. സിംഗിൾ ക്രോഷേ ചെയ്ത് ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം യാണ് വലിച്ച് ടൈറ്റ് ആക്കുക. നമുക്ക് ഒരു റൗണ്ടും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ ബോർഡർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളർ യാണ് വേണ്ട, യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോർഡർ ചെയ്യാനായിട്ട് സെക്കൻഡറി കളർ ഏതാണോ യൂസ് ചെയ്തിട്ടുള്ളത്, ഞാനിവിടെ ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ബ്ലൂ കളർ യാണ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് നമുക്കിതിൽ
ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത യാണും ഈ എടുത്തിട്ടുള്ള ടെയിൽ എൻഡും ഇതിൻ്റെ കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ബോർഡർ ചെയ്യാണ്. സെയിം കളർ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ കോർണർ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ കോർണർ കിടക്കുന്നത്. ഈ കോർണറിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 1 സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കോർണർ ഇതാ ഇങ്ങോട്ട് ടേൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടേക്ക് ഈ ഒരു അറ്റം വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റോംബർ ചെയ്തെടുക്കാൻ പറ്റും. വളരെ കൺഫ്യൂഷനൊന്നുമില്ല. നമ്മളാകെ കുറച്ച് സ്റ്റിച്ചസ് ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നേരത്തെ എല്ലാ ചാനലിലും വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. അത് നമ്മൾ കാലിൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എഴുതി വെക്കുക, ആ ഒരു ഭാഗം ചെയ്യുക. പിന്നെ ജോയിൻ ചെയ്യുന്ന ഭാഗം കുറച്ച് എഴുതി വെക്കുക, എന്നിട്ട് അത്രയും ചെയ്യുക. അങ്ങനെ പിന്നെ വീഡിയോ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പാറ്റേൺ മനസ്സിലാവും. അല്ലാതെ ഒന്നിച്ച് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആവും. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു ഇത് പറഞ്ഞു തരുന്നത്. ഏതൊരു ഇതാണെങ്കിലും അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോർണറിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 1 സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയിട്ടുണ്ട്. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. തെറ്റാനൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് കറക്റ്റ് കിട്ടും. അതിനായിട്ട് നമ്മൾ ആദ്യം ബോർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് ചെയ്യുന്നത്. ഇവിടെയും ഒരു കൺഫ്യൂഷനും വേണ്ട. ഇവിടെ എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് ബോർഡർ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്കിങ്ങനെ ചെയിൻ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ ചെയിനിലൊക്കെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെ ബോർഡർ കറക്റ്റായിട്ട് കിട്ടും. എപ്പോഴും നമുക്കൊരു ബുക്ക് വേണം. ആ ബുക്കിൽ നമ്മൾ ഹെഡിങ് എഴുതി വെക്കുക, റോംബർ എന്നുള്ളത്. അതിന് സൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഓരോ റൗണ്ട് എഴുതി വെക്കുക, വീഡിയോ നോക്കുക, എന്നിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കുക. എന്തായാലും ഞാനതിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് സ്ട്രാപ്പാണ്. സ്ട്രാപ്പിലും ഒരു കൺഫ്യൂഷനും വരാനില്ല. നമ്മൾ നേരത്തെ ആ ഒരു ബേസ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കോർണറിലാണ് ഇങ്ങനെ ചെയ്തിട്ട് കോർണറിൽ എത്തുമ്പോൾ ഈ ഒരു ചെയിനിൽ 1 സിംഗിൾ ക്രോഷേ ചെയിൻ 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ കോർണർ എത്തുമ്പോൾ 1 സിംഗിൾ ക്രോഷേ ചെയിൻ 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ഇങ്ങനെ ചുറ്റിലും ചെയ്യുക. പിന്നെ അടുത്ത സ്ട്രാപ്പിലും ഇങ്ങനെ കോർണറിൽ 1 സിംഗിൾ ക്രോഷേ ചെയിൻ 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ചുറ്റിലും നമ്മൾ ആ ബോർഡർ ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളറാണ് വെച്ചിട്ട് ചുറ്റിലും ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യുക.
യാണ് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് യാണ് ടൈറ്റാക്കി വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് അത് മുന്നിലേക്കും പിന്നെ ഹുക്ക് താഴത്തേക്കും വലിച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് നമുക്ക് ഏതെങ്കിലും ആ ബ്ലൂ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ ആക്കുക. വൈറ്റിലാക്കണ്ട. ബ്ലൂ കാണുന്ന അതിൽ തന്നെ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 1 2 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ അത് ഊരി പോവാതെ കറക്റ്റിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ബ്ലൂവിൽ തന്നെയാണ് ചെയ്യുന്നത്. ഏത് കളറാണോ ചെയ്യുന്നത് ആ കളറിൽ തന്നെ ചെയ്യുക. എന്നാൽ പിന്നെ അങ്ങനെ എടുത്ത് കാണിക്കൂല. അപ്പം ഇനിയിപ്പോൾ ഞാൻ 2 പ്രാവശ്യം ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ബാക്കി വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ അതവിടെ നല്ല ടൈറ്റിൽ നിന്നോളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള യാണിങ്ങൾ തൂങ്ങി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മളെ ബാക്ക് സൈഡ് വരുന്നത്. ഇത് നമ്മളെ ഫ്രണ്ട് സൈഡ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി സ്ട്രാപ്പിൻ്റെ ഉണ്ടോ ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ നമുക്ക് നമ്മൾ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബട്ടൺസ് ആണ് വെക്കാനുള്ളത്. ഉണ്ടോ ഇവിടെ നമ്മൾ വർക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സെയിം കളറ് ബട്ടൺ തന്നെ യൂസ് ചെയ്യുക. ഞാനിവിടെ വൈറ്റ് കളറ് ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് തുന്നി കൊടുക്കുമ്പോൾ നമുക്ക് സ്ട്രാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് വലുപ്പത്തിലാണെങ്കിലും നമുക്ക് സ്ട്രാപ്പ് മുകളിലേക്കും താഴത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് സ്ട്രാപ്പ് കണ്ടോ, നമ്മൾ നേരത്തെ ചെറിയ സ്ട്രാപ്പാണ് ചെയ്തിട്ടുണ്ടായത് 4 സ്റ്റിച്ച് വെച്ചിട്ട്. ഇപ്പോൾ അത് സ്ട്രാപ്പ് നല്ല വലുപ്പത്തിൽ കിട്ടി. അതുപോലെ താഴെ ഭാഗം കണ്ടോ നല്ലൊരു ഫിനിഷിങ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് ചെയ്തു. പിന്നെ ബാക്ക് സൈഡാണിത്. ബാക്ക് സൈഡിലും നമ്മൾ ഈ ഒരു ഇങ്ങനെയാണ് ബാക്ക് സൈഡും ഉണ്ടാവുക. നമ്മളെ വർക്ക് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഞാനിവിടെ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബട്ടണ് ഈ ഒരു സ്ട്രാപ്പിലല്ല, ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് എത്ര വേണമെങ്കിലും സ്ട്രാപ്പിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ ബട്ടണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ലെങ്ത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. സ്ട്രാപ്പിൽ ഈ ഒരു ഭാഗത്ത് വെക്കുന്നതുകൊണ്ട് ഞാനിവിടെ 2 വൈറ്റ് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നമുക്ക് നോക്കാം. മെഷർമെൻ്റ് എന്ന് പറയുന്നത് എനിക്കിതാ ഇവിടെ 8 ഇഞ്ചാണ് വേണ്ടത്. ഉണ്ടോ സ്റ്റാർട്ടിങ്ങിൽ 8 ഇഞ്ചാണുള്ളത്. അതുപോലെ നമ്മൾ ലാസ്റ്റിലേക്കും 8 ഇഞ്ച് തന്നെയാണ് ഉള്ളത്. ഉണ്ടോ പിന്നെ അതുപോലെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് വിടുത്തൊക്കെ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വാങ്ങിക്കാം. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇപ്പം 16 ആയത്, ചുറ്റളവ് 16 ആകുമ്പോൾ നമ്മൾ 8 എടുക്കുക. അപ്പോൾ അവരുടെ കയ്യിൽ കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമറോട് ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ പറയാം. പിന്നെ അതുപോലെ ആ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 8 ആണെങ്കിൽ നമ്മൾ ലെങ്ത്തിന് എടുക്കുന്നത് കാലിൻ്റെത് എടുക്കുന്നത് 3 ഇഞ്ചാണ് കാലിന് എടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ 4 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കുറച്ച് സ്പേസ് ചെയിൻസ് ഇടുന്നുണ്ട്. ആ ചെയിന് നോക്കിയിട്ട് അതിൻ്റെ നോക്കിയിട്ട് നമ്മളിവിടെ 3 എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് നമ്മൾ ഈ ഒരു ചെയിനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 4 വരുമ്പോൾ 3 6 ഇവിടെ 1.5 2 1.5 അടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്, സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ 3.5 ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ 3.5 ഇതിനും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ഇവിടെ ആ ഒരു രീതിക്ക്. അപ്പോൾ 8 ആയതുകൊണ്ടാണ് 3.5 എടുത്തിട്ടുള്ളത്. 10 ആണെങ്കിൽ നിങ്ങൾ 4.5 എടുക്കണം. 4.5 ചുറ്റളവ് എടുക്കണം. കാലിന് 4.5 എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എനിക്ക് മെഷർമെൻറ്റ് 8 ചെസ്റ്റിന് വന്നിട്ടുള്ളത്. ആ ഒരു രീതിക്ക് നിങ്ങൾ കണക്കൂട്ടിയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാനുള്ളത് ഷോൾഡർ ടു ചെസ്റ്റ് എത്ര ഉണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഷോൾഡർ ടു ചെസ്റ്റ് 5 ഇഞ്ചാണുള്ളത്. അപ്പം 5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 13
സെൻറ്റിമീറ്ററാണ് 5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഉള്ളത്. 13-12 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. പിന്നെ അതുപോലെ നമുക്ക് വേറെ ഒന്നും നമുക്ക് നോക്കാനില്ല. നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും അതുപോലെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 8 ആണെങ്കിൽ 8 ആയതുകൊണ്ട് ഞാനിവിടെ 3.5, അതുപോലെ ഇവിടെ 3.5, പിന്നെ ഇതിൽ ഉണ്ടോ 1 ഇഞ്ച്. അപ്പോൾ നമുക്ക് 8 കിട്ടി. പിന്നെ സെയിം തന്നെ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടുന്ന് നമുക്ക് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കുക മുകളിലേക്ക്. ഈ ഒരു ഭാഗം 8 ഇഞ്ച് ആയതുകൊണ്ട് ഇവിടുന്ന് ഇതാ 1.5 ഇഞ്ച് നമ്മൾ ഇവിടെയും 1.5 ഇഞ്ച് ഈ ഒരു ഭാഗത്തും നമുക്ക് വിട്ടു കൊടുക്കാം. പിന്നെ മുകളിലേക്ക് നമുക്ക് 2.5 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ എടുക്കാം. പിന്നെ നമുക്ക് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് അതുപോലെ വേണ്ടത് ഷോൾഡർ ടു ചെസ്റ്റിൻ്റെ ലെങ്ത്ത് ചോദിച്ചാൽ നമുക്ക് പിന്നെ സ്ട്രാപ്പിൻ്റെ ലെങ്ത്തും കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം, നമുക്ക് മെഷർമെൻറ്റ് എടുക്കാനായിട്ട് റോംബറിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വാങ്ങിക്കുക. അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ 8 ഇഞ്ചാണുള്ളത്. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റളവ് എടുക്കുമ്പോൾ 16 ഇഞ്ച് വരും, 16, 17 ഒക്കെ ആ ഒരു റൗണ്ടിൽ വരും. അപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വാങ്ങിക്കുക. പിന്നെ അതുപോലെ 8 ആയതുകൊണ്ട് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 8, ചെസ്റ്റും നമുക്ക് ചെസ്റ്റ് തൊട്ടിട്ട് ഷോൾഡർ, ചെസ്റ്റ് മുതൽ ഷോൾഡർ വരെയുള്ള മെഷർമെൻറ്റും വാങ്ങിക്കുക. അപ്പോൾ 8 ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് കാലിൻ്റെ ഭാഗത്താണ് ചെയ്യുന്നത്. അപ്പോൾ 8ൻ്റെ നമ്മൾ ഇവിടെ 3.5 ഇഞ്ചും ഇവിടെ 3.5 ഇഞ്ചും പിന്നെ ഇവിടെ 1 ഇഞ്ചും. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടി. ആ ഒരു രീതിക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ബാക്കി ഇവിടെ ഇപ്പോൾ 10 ആണെങ്കിൽ നമുക്കിവിടെ 4.5 ഇഞ്ചും എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ 1 ഇഞ്ച് വിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ 1 ഇഞ്ച് അല്ല 2 ഇഞ്ച് വിടണമെങ്കിൽ ഇവിടെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ചെസ്റ്റ് തൊട്ടിട്ട് കാല് തൊട്ടിട്ട് ഇവിടെ വരെ നമ്മൾ സെയിം മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. കൂട്ടോ കുറയ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. പിന്നെ നമുക്ക് സ്ട്രാപ്പിൻ്റെത് ചോദിക്കാൻ, സ്ട്രാപ്പ് ചെസ്റ്റ് തൊട്ടിട്ട് ഷോൾഡർ വരെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ ലെങ്ത്തും അതുപോലെ ചെസ്റ്റിൻ്റെ ലെങ്ത്തും കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിലൊരു റോംബറിൻ്റെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ഷോൾഡർ ടു ചെസ്റ്റ് വരെയുള്ള ലെങ്ത്തും പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ടോട്ടൽ ലെങ്ത്തും ചോദിച്ചോളൂ കേട്ടോ. ടോട്ടൽ ലെങ്ത്ത് അങ്ങനെ കാല് തൊട്ടിട്ട് പിന്നെ ഷോൾഡർ വരെ, കാലെന്ന് പറയുമ്പോൾ അവർക്ക് എത്രയാണോ ലെങ്ത്ത് ഇറക്കം വേണ്ടത് അത് തൊട്ടിട്ട്. നമുക്കിപ്പം ഈ 12 ഇഞ്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 3 to 6 months വരെ യൂസ് ചെയ്യാൻ പറ്റിയ ന്യൂ ബോൺ സെറ്റാണ്. അപ്പം 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ ആ ഒരു സൈസിൽ ചെയ്യാം. നിങ്ങൾക്ക് അതിലും വലിയ സൈസ് ചെയ്യുകയാണെങ്കിൽ അവരോട് ടോട്ടൽ ലെങ്ത്തും ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും അതുപോലെ ചെസ്റ്റ് ടു ഷോൾഡറിൻ്റെ മെഷർമെൻറ്റും ഈ 3 മെഷർമെൻറ്റ് ചോദിക്കുക. ഈ 3 മെഷർമെൻറ്റ് ചോദിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയാൽ കാല് അതിൻ്റെ 1 ഇഞ്ച് വിട്ടിട്ട് മൈനസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ കാലെടുക്കുക. കാലിൻ്റെ ലെങ്ത്ത് എടുക്കുക. പിന്നെ ലെങ്ത്ത് എടുക്കുക. വിടുത്താണ് ഇപ്പോൾ വേണ്ടത്. പിന്നെ ടോട്ടൽ ലെങ്ത്തും ഇത്രയും കിട്ടിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു റോംബർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇതുപോലെ പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.